അങ്ങനെ പള്ളി കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാനും ജസ്റ്റിയും ജേഡും കൂടെ നേരെ നമ്മുടെ വണ്ടിക്കുള്ള ദാഹജലം തേടിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ പെട്രോൾ സ്റ്റേഷനിൽ ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടിക്കുള്ള ദാഹജലം കൊടുത്തപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഞങ്ങൾക്കും ദാഹിക്കുന്നുണ്ടായിരുന്നെന്ന്. പിന്നെ ഞങ്ങൾ ഒട്ടും അമാന്തിച്ചില്ല, അടുത്ത് കണ്ട കോഫി ഷോപ്പിൽ തന്നെ കയറി. അപ്പോൾ കൊച്ചനോട് പറഞ്ഞു, അമ്മ നമുക്ക് മക്ഡൊണാൾഡ്സിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ മക്ഡൊണാൾഡ്സിൽ കയറി. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോയമ്പാണ്, പിന്നെ ഹോളി വീക്കും തുടങ്ങിയില്ലേ. അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു, ഹോളി വീക്കൊക്കെ അല്ലേ, ഒരാഴ്ച കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഫുഡ്, ഒരാഴ്ച വെജിറ്റേറിയൻ കഴിക്കാൻ. അതുകൊണ്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പാവമുണ്ട്, ആ ഐസ്ക്രീമും കൊണ്ട് ജസ്റ്റിയെ കണ്ടപ്പോൾ ജസ്റ്റിയുടെ അടുത്തോട്ട് ഓടുന്നതാണ്. അതിപ്പോൾ പുള്ളിക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്താലും പുള്ളി ഇത് നമുക്കും കൂടെ ഷെയർ ചെയ്യും കേട്ടോ. തന്നെ കഴിക്കാമെന്നുള്ള സ്വഭാവമൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റിയെയും പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു. ജസ്റ്റിയെ സോപ്പിട്ട് എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ട്. പിന്നെ ജസ്റ്റിക്ക് ആരുടെ അടുത്ത് നോ പറയാൻ അറിയാൻ മേലാത്തതുകൊണ്ട് കൊച്ചി ചോദിച്ചപ്പോഴും കൊച്ചിനെയും കൊണ്ട് നേരെ പോയി ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഒരു ലാർജ് ഫ്രഞ്ച് ഫ്രൈസ്. അതാകുമ്പോൾ കുഴപ്പമില്ല. ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയ കൊച്ചും ഹാപ്പി, കാപ്പി കിട്ടിയ ഞാനും ഹാപ്പി. അപ്പോൾ ശരിയെന്നാൽ പോയിച്ചും വരാം.